ഒരാളെ കണ്ടു, ഇഷ്ടം തോന്നി, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. പക്ഷെ കാണുന്ന ഉടനെ തന്നെ രണ്ടു പേർക്കും പരസ്പരം ഇഷ്ടം തോന്നുന്നത് കൂടുതലും സിനിമകളില്ല. റിയൽ ലൈഫിൽ പലപ്പോഴും ഒരുപാട് കാലത്തെ പരിശ്രമം കൊണ്ടാ ഒരു പ്രണയം സക്സസ് ആവുന്നേ. അങ്ങനെ കാത്ത് അങ്ങോട്ട് കൊടുത്ത പ്രണയം തിരികെ കിട്ടിക്കഴിയുമ്പോഴേ നമ്മൾ വേറൊരു ലോകത്താ. ഇഷ്ടപ്പെടുന്ന ആൾക്ക് വേണ്ടി എന്തൊക്കെയാ പിന്നെ കാട്ടിക്കൂട്ടുന്നത്? അതുവരെ ഏതെങ്കിലുമൊക്കെ നേരത്തെ ഉറങ്ങി, ഏതെങ്കിലുമൊക്കെ നേരത്തെ എഴുന്നേറ്റ് ഫോൺ ചാർജ് ചെയ്തോ, ഇനി അഥവാ ചെയ്താൽ തന്നെ വേറെ ഏതെങ്കിലും മുറിയിൽ ചാർജ് ചെയ്യാൻ വെച്ച് അങ്ങനെയൊക്കെ ചെയ്തവരായിരിക്കും. പിന്നെ എല്ലാം മാറത്തില്ലേ? മുഴുവൻ നേരവും മെസ്സേജുകളും കോളുകളും. ഇഷ്ടപ്പെടുന്നയാൾക്ക് വേണ്ടിയിട്ടാണ് പിന്നെ എല്ലാം ചെയ്യുന്നത്. അതുവരെ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും. പണ്ട് കൂട്ടുകാരെയൊക്കെ കളിയാക്കിയിട്ടുണ്ടായിരിക്കും, നാണില്ലേടാ, നാണില്ലേടി എന്നൊക്കെ. ഇതിനു ശേഷം നമ്മളും ആ ഒരു കാറ്റഗറിയിലാണ്. ഏതാണ്ട് ഈ പാട്ട് കേട്ട് കഴിയുമ്പോൾ അങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ ഓർമ്മ വരും. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. നോവൽ എന്ന മൂവിയിലെ പാട്ടാണ് ക്ലബ് FM ലവ് ബൈറ്റ്സിൽ നമ്മൾ കേട്ടത്. ഉറങ്ങാൻ നീ അരികിൽ ഉണ്ടെങ്കിലല്ലേ. പ്രേമത്തിന് കണ്ണില്ല, മൂക്കില്ല. So there are no boundaries of culture, language, lifestyle, etc. in a true love. ലിജോ ആണ് പറഞ്ഞിരിക്കുന്നത്. ലവ് യു ഇച്ചായ എന്ന് അച്ചു പറഞ്ഞിട്ടുണ്ട്. ഇച്ചാന് വേണ്ടിയിട്ടൊരു പാട്ട് വേണമെന്നാ. പിന്നെ ലിജോ ഒരു കാര്യം കൂടി അയച്ചിട്ടുണ്ട്. എൻ്റെ സീതു വാവച്ചി, അവൾക്ക് വേണ്ടിയിട്ടൊരു പാട്ട് വെച്ചു തരുമോ? പിന്നെ നിശ്ചിത ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്തെന്നറിയോ? ഞാൻ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തു, എനിക്ക് ഫിസയുടെ നമ്പർ ഒന്ന് വേണം, അവളോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സ്റ്റോറി എന്നെ വല്ലാതെ ടച്ച് ചെയ്തോന്ന്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ലേ? ഒരു ഫ്രൈഡേയിൽ ഫിസ വന്നിട്ടുണ്ടായിരുന്നു, അവളുടെ ലവ് സ്റ്റോറി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊരു ലവ് സ്റ്റോറി ഷെയർ ചെയ്യണോ ക്ലബ് FM ലവ് ബൈറ്റ്സിലൂടെ? എന്നാൽ 56070 എന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ പേര് കൂടെ പറയണം, എൻ്റെ ലവ് സ്റ്റോറി ഷെയർ ചെയ്യാനെന്നും. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഹലോ, അയ്യോ ഇതാരാ? എന്റെ പേര് ബാലു എന്നാണ്. ബാലു, എന്റെ ഫോണിൽ ഒരു മിസ് കോൾ ഉണ്ടായിരുന്നല്ലോ. ഈ നമ്പറിലോ? അയ്യോ, ഫോണിൽ മിസ് കോൾ വഴിയില്ല. ആരാ പേരെന്നാ? മിസ് കോള് മാത്രല്ല, അതില് ഐ ലവ് യു, ഐ കാൺ ബി വിത്തൗട്ട് യു എന്നൊക്കെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഐ കാൺ ബി വിത്തൗട്ട് യു? ഈ നമ്പർ ആയിരിക്കത്തില്ല. ഈ നമ്പറിൽ നിന്ന് തന്നെ എന്റെ നമ്പറിൽ വന്നേ. ഇല്ലെങ്കിൽ എനിക്ക് എങ്ങനെയാ നിങ്ങളുടെ നമ്പർ കിട്ടുക? How can you say that you don't know? You send me a message to my number. I don't know. I didn't do it. See? എന്റെ കയ്യിലിരിക്കുന്ന ഫോൺ ഞാൻ അറിയാതെ എങ്ങനെ മെസ്സേജ് പോകുന്ന? ഫോണിന് തന്നെ എനിക്കറിയാൻ മേല നല്ല പെൺപിള്ളേർക്ക് മെസ്സേജ് വിടുന്ന സ്വഭാവം ഉണ്ടോന്ന്. അത് നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും. ഏത് ഞാൻ നല്ല പെണ്ണാന്നോ? അതെനിക്കറിയാം. ഒരു തർക്കമില്ല. ഞാൻ എന്തായാലും അയച്ചിട്ടില്ല. പക്ഷെ എന്നാലും ഇയാൾക്ക് എന്നെ ഇഷ്ടല്ലേ? അല്ല. എന്ത് കഷ്ടാടോ? കുറച്ച് കഷ്ടം തന്നെ. നല്ല ശബ്ദമുള്ള ഒരു പെൺകുട്ടി വിളിച്ചിട്ട് ഇഷ്ടാന്ന് പറയുമ്പോ ഇയാൾക്ക് പറഞ്ഞൂടെ ഇഷ്ടാന്ന്? നല്ല ശബ്ദമുള്ള പെൺകുട്ടികളാ പേടിക്കണ്ട. ആഹാ, അപ്പൊ ഞാനൊരു ചീത്ത പെൺകുട്ടിയാന്നല്ലേ എല്ലാം മനസ്സിലായിടോ? ഒന്നുമില്ലെങ്കിലും ക്ലബ് FM ലവ് ബൈറ്റ്സിൽ നിന്ന് ഞാനൊരു പാവൻ റീനു അല്ലേ? ഈശ്വര, പറയുമ്പോഴേ വെച്ച് പോകാൻ പാകത്തിന് ഞാൻ അങ്ങനെ ഒരു ഭീകരിയാണോ? എന്തായാലും ക്ലബ് FM ലവ് ബൈറ്റ്സിലെ ഈ പാട്ടിന്റെ സമയത്ത് ഇയാളെ ഞാൻ ഒന്നോടെ വിളിച്ചു നോക്ക. ഞാൻ അവളുമായിട്ട് പ്രണയത്തിലായിട്ട് 3 വർഷമായി. അവൾക്ക് എൻ്റെ ഓരോ മുഖഭാവവും തിരിച്ചറിയാം. എൻ്റെ ഭാവം കണ്ടാൽ അവൾക്ക് മനസ്സിലാവും എൻ്റെ മൂഡ് ശരിയാണോ അല്ലയോ എന്ന്. ഇനി എൻ്റെ മൂഡ് മോശമാണെങ്കിൽ അവളോട് പറയേണ്ട വരത്തില്ല, അതിനനുസരിച്ച് അവൾ പെരുമാറും. എന്ന് ക്ലബ് FM ലവ് ബൈറ്റ്സിൽ റീനുവിന് മെസ്സേജ് അയച്ചു തന്നത് പേര് പറയാത്ത ആള്. എന്താണ് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ പേരുകൾ പറയാത്ത? അപ്പോൾ പിന്നെ എനിക്ക് എങ്ങനെ അത് വായിച്ചിട്ട് പറയാൻ പറ്റും ഇന്നയാളെ പറഞ്ഞെന്ന്? പിന്നെ ഇച്ചേട്ടന് വേണ്ടിയിട്ട് ഒരു റൊമാൻറ്റിക് സോങ് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സ്നേഹിക്കുന്ന മിഥുനു വേണ്ടി ഒരു പാട്ട് വെച്ച് തരാവോ എന്ന് ബിഷ ചോദിച്ചിട്ടുണ്ട്. ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ അനന്തിന് വേണ്ടി ഒരു റൊമാൻറ്റിക് സോങ് വെച്ച് തരുമോ എന്ന് ശ്രീലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്. ഇതുപോലൊരു പാട്ട് വേണോ? അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കണോ? ഒന്നും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് സംസാരിക്കണോ? എന്നാൽ 56070 ഒരു മെസ്സേജ് അയച്ചോ. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ആൻഡ് സ്റ്റേ ട്യൂൺഡ് ടു ലവ് ബൈറ്റ്സ് ഫോർ ടൺ കണക്കിന് റൊമാൻസ്.